പന്മന പഞ്ചായത്തിൻ്റെ അഴിമതിക്കും ദുർഭരണത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ബഹുജന മാർച്ചും ധർണയും നടന്നു. ഇടപ്പള്ളിക്കോട്ടയിൽ നിന്നും പ്രകടനമായാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത്. തകർന്നു കിടക്കുന്ന പഞ്ചായത്ത് റൂട്ടുകൾ പുതുക്കിപ്പണിത് സഞ്ചാരയോഗ്യമാക്കുക, പണി പൂർത്തിയാക്കി 5 കുഴൽക്കിണറുകൾ പ്രവർത്തനക്ഷമമാക്കുക, ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക, വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നൽകുന്ന പണം പഞ്ചായത്തിൻ്റെ വികസനങ്ങൾക്കായി ഉപയോഗിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി CPI മണ്ഡലം കമ്മിറ്റി അംഗം സഖാവ് ആർ മുരളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ധർണ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് T മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. LDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ സഖാവ് PKG സ്വാഗതം പറഞ്ഞു. CPIM ചവറ ഏരിയ സെക്രട്ടറി സഖാവ് R രവീന്ദ്രൻ, സഖാവ് R സുരേന്ദ്രൻപിള്ള, സഖാവ് J അനിൽ, CPI നേതാവ് സഖാവ് KG വിശംബരൻ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സഖാവ് KA നിയാസ്, സഖാവ് സന്തോഷ്, സഖാവ് MB പ്രസാദ്, സഖാവ് അഹമ്മദ് മൻസൂർ, സഖാവ് L വിജയൻ നായർ, CPI നേതാവായ സഖാവ് മോഹനൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിൻ്റെ അഴിമതിയും ദുർഭരണവും റോഡുകളുടെ ശോചനീയാവസ്ഥയും തുറന്നു കാട്ടിക്കൊണ്ടുള്ള പ്രകടനമായിരുന്നു പന്മന പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് നടന്നത്. ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ല. ഈ നാട് എന്തിനു വേണ്ടിയാണോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനപ്രതിനിധികളായി നിങ്ങളെ തിരഞ്ഞെടുത്തത്, ആ ഭരണസമിതി അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെറ്റുതിരുത്താൻ ആവശ്യമായ തരത്തിലേക്കുള്ള നിലപാടുകളുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നാട്ടുകാരും കഴിഞ്ഞ ഒരു വർഷക്കാലത്തിന് മുമ്പ് ഇതുപോലെ തന്നെ ഇവിടെ ഒരു സമരത്തിന് വന്നിരുന്നു. നിർഭാഗ്യവശാൽ ആ തെറ്റ് തിരുത്തുവാൻ പന്മന പഞ്ചായത്തിൻ്റെ ഭരണസമിതി തയ്യാറായി. എനിക്ക് തോന്നുന്നത് ഇത് 3ാമത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവിടെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്തുകൾ കഴിഞ്ഞപ്പോൾ വന്ന UDFൻ്റെ ഭരണസമിതി തന്നെയാണ് ഇപ്പോഴും ഇവിടെ തുടരുന്നത്. അപ്പോൾ അടിക്കടി പഞ്ചായത്ത് പ്രസിഡന്റുമാരെ മാറ്റി ഒരേ ഭരണസമിതി തന്നെ മാറ്റി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കുന്ന അല്ലെങ്കിൽ യാതൊന്നിനെ പഞ്ചായത്ത് നടപ്പിലാക്കാതിരിക്കുന്ന സമീപനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ അടിക്കടി UDFൻ്റെ ഭരണസമിതി തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ മാറ്റുന്നത്? എന്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF ഭരിക്കണമെന്നാണ് പന്മന പഞ്ചായത്തിൽ ജനങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങളത് അംഗീകരിക്കുന്നു, ഒരു തർക്കവുമില്ല. പക്ഷെ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അടിക്കടി 3-4 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പന്മന പഞ്ചായത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത ദുരവസ്ഥ ഇവിടെ വന്നിട്ടില്ല. ഒരു പ്രസിഡന്റ് കുറച്ച് കഴിയുമ്പോൾ അത് രാജിവെക്കുന്നു, UDF പറയുന്നു രാജിവെക്കാൻ പറയുന്നു, അതോടെ തീർന്നു. അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ അതുവരെയാണ് തീർന്നു. തൊട്ടടുത്ത് വേറൊരു പ്രസിഡന്റ് വരുന്നു, അതിന് കുറച്ച് കഴിയും നിങ്ങളും രാജിവെച്ച് വെക്കും. അതോടെ വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധയില്ലാത്ത 5 വർഷക്കാലം കൊണ്ട് ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പഞ്ചായത്ത് ഭരണസമിതി ഒരു പഞ്ചായത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കുന്നത്. ഇത് പ്രസിഡന്റ് അടിക്കടി മാറ്റുന്നത് പോലെ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ സ്തംഭനമാണ്. ആ നിലയിൽ ഈ പഞ്ചായത്ത് ഭരണം ഈ നിലയിൽ അധപ്പതിപ്പിക്കാനും ഭരണമാറ്റമോ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ മാറ്റമോ അറിയാതെ ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാളെ പറഞ്ഞു വിട്ടപ്പോൾ പറഞ്ഞു ഷെമിയാണ് പ്രസിഡന്റ്, അവിടെ ചെന്നാൽ മതി, ഇന്നതുപോലെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന ആള് ഇവിടുത്തെ ബോർഡ് കണ്ടിട്ട് പ്രസിഡന്റിന്റെ ആ റൂമിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ബോർഡ് കണ്ടിട്ട് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ഷെമി അല്ല പ്രസിഡന്റ്, ജയചിത്രയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു കുറച്ചു നാൾ കഴിയുമ്പോൾ വീണ്ടും അയാളെ ഒരു ആവശ്യത്തിന് ഇയാൾ പറഞ്ഞയച്ചപ്പോൾ പറഞ്ഞു ജയചിത്രയാണ് പ്രസിഡന്റ്, അങ്ങ് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വന്നിട്ട് അയാൾ ആ പ്രസിഡന്റിന്റെ വാതിലിൽ നിന്നുകൊണ്ട് വീണ്ടും വിളിച്ചു പറഞ്ഞു ജയചിത്ര അല്ല പ്രസിഡന്റ്, ഇപ്പൊ ശ്രീകലയാന്ന് പറഞ്ഞു. ഇല്ല, ഉത്സവ സ്ഥലത്തിൽ നമുക്കറിയാം രൂപയ്ക്ക് 4,000 രൂപ എന്ന് വിളിക്കുന്ന കച്ചവടക്കാരുണ്ട്. അതേ സ്ഥിതിയാണ് ഇപ്പൊ കോൺഗ്രസ്സുകാരൻ ഈ പഞ്ചായത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനം. ആ ജനങ്ങളെ ഇവിടെ നിൽക്കുന്ന, ഞാനത് പറയുമ്പോൾ തന്നെ ഓർക്കുന്ന നമ്മുടെ വിശ്വംഭര സാഹിബ് ഇത്തരം യോഗങ്ങളിലൊക്കെ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഈ കടിച്ചു തോപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ചോനലി ചെയ്യുന്ന പണി, മറ്റ് ഈ ഉറുമ്പുകളെല്ലാം എല്ലാരെയും കടിച്ചു തോപ്പിക്കും ശത്രുക്കളെ, പക്ഷെ ചോനലിന് ആ കഴിവില്ലാത്തതുകൊണ്ട് അവൻ ഊച്ചി തോപ്പിച്ചു കളയും. ആ പണിയാണ് ഇപ്പൊ UDFകാരൻ പന്മന പഞ്ചായത്തിലെ ജനങ്ങളോട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ വാതിൽ കണ്ടാൽ എന്തുവാ ഈ ആഫീസ് എന്ന് അന്തം വിട്ടുപോകും. അതിന് വേറെ എവിടെ പോയി തപ്പി നോക്കണമെന്നുള്ളതാണ്.
ഇതിനകത്തോട്ട് മനുഷ്യന് കയറാൻ പറ്റുമോ? പട്ടി കയറത്തില്ല, പരുവത്തില്ല. അവിടെ പറ്റി കിടക്കുന്ന പട്ടിയെന്ന് നേരത്തെ രവിസഖാവ് പറഞ്ഞത് പട്ടിയുടെ കുഴപ്പം കൊണ്ടല്ല, പട്ടിക്ക് തിരിച്ചിറങ്ങി ഈ വഴിയെ പോകാനുള്ള മടി കൊണ്ട് ആ ആഫീസിൽ പെറ്റ് കിടക്കുക ആ പട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിപ്പോഴാണോ ഇവരൊക്കെ കാണുന്നത്? മഴ അടച്ചു പിടിച്ച് ജൂൺ മാസം തീർന്ന് ഇപ്പോൾ ഇവിടെ പണി നടക്കുക. ഇതിൻ്റെ മുമ്പിൽ മാസങ്ങളോളം ഉണക്കുകൊണ്ട് സഹിക്കാൻ വയ്യാതെ കിടന്നപ്പോൾ ഇതിൻ്റെ വാതിൽ വൃത്തിയാക്കി ഇടുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനായി ഈ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭരണസമിതി ഉണ്ടോ? സാഹചര്യത്തിൽ കൂടുതൽ ദീർഘമായി പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അത്തരമൊരു കാര്യത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ പഞ്ചായത്ത് കഴിഞ്ഞ 4.5 വർഷക്കാലത്തിന് മുമ്പ് 5.5 വർഷക്കാലത്തിന് മുമ്പ് ISO സർട്ടിഫിക്കറ്റ് നേടിയ ഒരു പഞ്ചായത്താണ്. ISO മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പഞ്ചായത്തിനകം പഞ്ചായത്തിലെ റൂമുകൾ, പഞ്ചായത്തിലെ സേവനങ്ങൾ എല്ലാം ക്രമീകരിച്ച ഒരു പഞ്ചായത്ത്. അതിന് മേളിലേക്ക് ചെന്നാൽ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ അവർക്ക് താമസിക്കാനുള്ള ഗസ്റ്റ് റൂം വരെ നിർമ്മിച്ച പഞ്ചായത്താണ്. ഇന്ന് ആ പഞ്ചായത്തിന്റെ അവസ്ഥയെ നോക്ക് നിങ്ങൾ. ഇവിടെ വിശ്വംഭര സാഹു ഭംഗേന്ദ്രേണ പറഞ്ഞു, ഈ ലോകത്ത് എന്തെങ്കിലും ഉത്തരവാദിത്വം ഈ നാട്ടിലെ ജനങ്ങളോടുണ്ടെങ്കിൽ ഇന്ന് ഈ മഴ കടുത്തപ്പോ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശം ഇങ്ങനെയാക്കി തീർക്കുമോ? പ്രിയപ്പെട്ട കോൺട്രാക്ടർ വന്ന് പണി തുടങ്ങാൻ നേരം പഞ്ചായത്ത് പ്രസിഡന്റ് നട്ടലുണ്ടെങ്കിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ആംബിയർ ഉണ്ടെങ്കിൽ ഈ മഴ മാറുന്നവരെ ഇതൊന്ന് മാറ്റിവെക്കണം എന്ന് പറയാനുള്ള ഒരു ആംബിയർ ഇല്ലാത്ത ഒരു പ്രസിഡന്റായി പോയി നമ്മുടെ പഞ്ചായത്തിന്റെ എന്ന് പറയാൻ ആഗ്രഹിക്കുക. ISO സർട്ടിഫിക്കറ്റ് കിട്ടിയ പഞ്ചായത്തിന്റെ മേൽഭാഗം ഇരിക്കുന്നതിന്റെ പടിഞ്ഞാറ് വശത്ത് 6-7 ദിവസം ഒരു പട്ടി പ്രസവിച്ച് 3 കുഞ്ഞുങ്ങളുമായി കിടന്നില്ല ഈ പഞ്ചായത്തിനകത്ത്. ഈ പഞ്ചായത്തിനകത്ത് മാറോല മാറ്റാൻ ഏതെങ്കിലും ആളുകളുണ്ടോ? ഇനി പഞ്ചായത്തിലെ ബാത്റൂം ഒന്ന് പരിശോധിക്കുക. ISO സർട്ടിഫിക്കറ്റിൽ ഏറ്റവും പ്രധാനമായി പറയുന്നതാണ് ബാത്റൂമും വൃത്തിയും. ഈ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പ് 2 സാധനം എടുത്തു വെച്ചിരിക്കുക. ഏതെങ്കിലും ഒരു പഞ്ചായത്തിലുണ്ടോ? ഈ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പ് വശത്ത് വെച്ചിരിക്കുകയാണ് 2 വേസ്റ്റ് പാത്രം. ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഈ വേസ്റ്റ് പാത്രം വെച്ചിട്ടുണ്ടോ? നല്ല ഗാന്ധി പ്രതിമ സർക്കാർ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ഭരണസമിതി നിർമ്മിച്ചാണ് ഗാന്ധി പ്രതിമ. ആ ഗാന്ധി പ്രതിമയിൽ ഗാന്ധിയോട് വലിയ കാരുണ്യം പറയുന്നവർ ഒന്ന് പെയിന്റ് അടിച്ച് ആ ഗാന്ധി പ്രതിമ സംരക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്തോ? നിങ്ങൾ എന്താണ് ഈ ISO സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ച് പറയുന്നത്? എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? ISO പുതുക്കുന്നുണ്ടോ എന്ന് പോലും ഇപ്പൊ സംശയത്തിന്റെ ലെവലേഴ്സിലേക്ക് പോവുക ഈ പഞ്ചായത്ത് ഓഫീസ്. ഞാൻ ഓഫീസിനെ കുറിച്ച് വിവിധങ്ങളായ കാര്യങ്ങൾ വേറെയുണ്ട്. ഇവിടെ ഒരു കോക്കസ് അല്ലേ പ്രവർത്തിക്കുന്നത്. ഇവിടെ സെക്രട്ടറിക്ക് യാതൊരു റോളുമില്ല. ഇവിടെ ഒരു സൂപ്രണ്ട് ഇരിപ്പുണ്ട്. ഒരു സൂപ്രണ്ടും ഒരു പ്ലാൻ ക്ലർക്കും ഒരു ബിൽഡിംഗ് സെക്ഷനിലെ ക്ലർക്കും കൂടിയാണ് ഈ പഞ്ചായത്ത് നിയന്ത്രിക്കുന്നത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടോ? പഞ്ചായത്ത് ഓഫീസിലെ ആളുകൾക്ക് ഏതെല്ലാം സെക്ഷനിൽ ജോലി ചെയ്യണമെന്ന് തീരുമാനിച്ചു കൊടുക്കാനുള്ള അധികാരം പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് സെക്രട്ടറിക്കുമാണ്. പഞ്ചായത്ത് ഏതെങ്കിലും ഒരു പ്രസിഡന്റിനോട് ഇവിടെ ആലോചിച്ചിട്ടുണ്ടോ? സൂപ്രണ്ട് എഴുതി തീരുമാനിക്കുക. സൂപ്രണ്ട് എഴുതി തീരുമാനിച്ച് ഓരോരുത്തർ കൊടുക്കുകയാണ്. വലിയ പീഡനമാണ് ഈ സർക്കാർ ഓഫീസിലെ ചില ജീവനക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന സേവനം എന്നാൽ പഞ്ചായത്തിൽ നിന്ന് ISO സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു പഞ്ചായത്തിൽ നിന്ന് ആളുകളുടെ സേവനത്തെ സംബന്ധിച്ച് എന്താണെന്നുള്ളത്? അവർ ഫ്രണ്ട് ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷയിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഇല്ലെങ്കിൽ അത് അന്നേരം നോക്കിക്കണ്ട് അത് അവരോട് പറയാനുള്ള ബാധ്യതയുണ്ട്. അഥവാ ഏതെങ്കിലും വിട്ടുപോയാൽ പിറ്റേ ദിവസവും നോക്കി അവരോട് വിളിച്ചു പറയാനുള്ള ബാധ്യതയുണ്ട്. നാളെ പഞ്ചായത്തിന്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് HI. കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞതാണ് എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്തിന്റെ തനത് ഫണ്ട് കൊടുത്തൊരു HI നിശ്ചയിക്കാൻ. ഗസറ്റ് ഓഫീസറേക്കാൾ വലിയ പവറാണ് അദ്ദേഹത്തിന്റെ ജോലി. 23 വാർഡിലും പോയി ഉള്ള ശുചീകരണവുമായി ബന്ധപ്പെട്ടും ഉള്ള പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടും നമ്മുടെ പഞ്ചായത്തിന്റെ വികസനോത്മകമായ പ്രവർത്തനത്തിന് അതിന് നേതൃത്വം കൊടുക്കേണ്ടാൽ ഇവിടെ ഗസറ്റ് ഓഫീസറുടെ പവറിൽ ഇരിക്കുകയാണ്. വണ്ടി എടുത്തുകൊണ്ട് പോകും. ഇവിടുന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് വരുന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകും, പിരിവ് നടത്തുന്നു. വലിയ ആക്ഷേപം ഞങ്ങൾ ഈ HIയെ കുറിച്ച് ഉന്നയിക്കുകയാണ്. ഈ പന്മന പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി പിരിക്കാനല്ലാതെ
അദ്ദേഹം പുറത്തോട്ട് പോകുന്നില്ല. ഇവിടെ ഒരു കമ്പ്യൂട്ടറുമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരൊക്കെ ഇരുന്ന ഒരു കസേരയിൽ ഫ്രണ്ടിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. എന്തിനായി ഫ്രണ്ടിൽ HIക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നത്? എന്ത് ജോലിയാണ് അദ്ദേഹം നിർവഹിക്കുന്നത്? എന്ത് ജോലിയാണ്? ആളുകളെ വിരട്ടി കാശ് മേടിക്കുക, ആളുകളെ വിരട്ടി കാശ് മേടിക്കുക, അവരെ കൊല വിളിക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ഒരു സുരക്ഷിതത്വമില്ല. എന്താണ് ഇതിന്റെ കാരണം? സാധാരണഗതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളിയെ ഒരു മേറ്റിന്റെ കീഴിൽ റൊട്ടേഷൻ ബസ്സല്ല എടുക്കുന്നത്. കുറച്ചു നാൾ ഒരു തൊഴിലാളിയെ 40 തൊഴിലാളിയെ ഒരു മേറ്റിന്റെ കീഴിൽ നിർത്തിയാൽ അവരെ കുറച്ചു നാൾ കഴിയുമ്പോൾ അവരെ വേറൊരു റൊട്ടേഷനിലേക്ക് മാറ്റുക. ഇതോ കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഒരു മേറ്റിലങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ 40 തൊഴിലാളിയെ വീതം. വലിയ അരാജകത്വം ആ രംഗത്ത് നിലനിൽക്കുന്നുവെന്നുള്ള മൈക്കൂടെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ അലോൺസിനകത്ത് പറഞ്ഞല്ലോ, കൃഷിഭവനിലെ മാനമ്പിമാരെ വിലക്കി നിർത്താൻ കഴിയാത്ത ഒരു ഭരണസമിതി. സ്റ്റാൻഡിംഗ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷിഭവനുമായിട്ടുള്ള ബന്ധം എന്താണ് അറിയാമോ? കൃഷിഭവനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതിയായി ഈ ഭരണസമിതി മാറുന്നു. ഈ നാട്ടിലെ ആളുകളോട് പറയുക, ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ വാർഡ് മാറിയിരിക്കുന്നു. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഒരു വീടിന്റെ മുമ്പിൽ കൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പന്മല പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് നെറ്റിയാട് മുക്ക് സൊസൈറ്റി മുക്ക് റോഡ് ഇന്ന് ആളുകൾക്ക് ആർക്കെങ്കിലും സഞ്ചരിക്കാൻ കഴിയുക? ആ റോഡിൽ കൂടെ ആളുകൾക്ക് ആർക്കെങ്കിലും സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണോ അത്? കാരണം ഈ കോലത്ത് മുക്കിൽ ഈ നമ്മുടെ ചൂണ്ടുവലോട്ട് ആശുപത്രിയുടെ മുമ്പിൽ നിന്ന് വടക്കോട്ട് വരുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വാർന്ന ഷെബിയുടെ വാർന്ന അവിടെ എത്ര ആളുകളാണ് വീഴുന്നത്? എത്ര ആളുകൾക്കാണ് അപകടം സംഭവിക്കുന്നത്? റോഡുകളെല്ലാം കുത്തഴിഞ്ഞു കിടക്കുന്നു. 5 കുഴൽക്കിണർ, പ്രിയപ്പെട്ടവരെ, 5 കുഴൽക്കിണർ കുഴിച്ചിട്ടിരിക്കുന്നു. കോടിക്കണക്കിന് രൂപ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടിരിക്കുന്നു. എല്ലാ കുഴൽക്കിണറുകളും തകർന്നു വീഴുന്നു. എന്തേ ഈ ഭരണസമിതിക്ക് പറയാനുണ്ട്? എന്തേ നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾക്ക് എന്താണ് ഉത്തരവാദിത്വം? നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഞങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് 24 പുതിയ അംഗനവാടി ഈ പഞ്ചായത്തിൽ പറഞ്ഞവരാണ്. നിങ്ങൾ 3 അംഗനവാടിയുടെ ഉദ്ഘാടനം ഇവിടെ നടത്തി. ഒന്ന് ചോലയിലും, ഒന്ന് മേക്കാട്ടും, ഒന്ന് കളരിയിലും. കളരിയിലെ കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു, നിങ്ങൾ വെച്ചതാ. ചോലയിലും മേക്കാട്ടും അനിൽപുത്തേഴവും ഉമമെമ്പറും പൈസ വെച്ചിട്ട് പോയി പണി ഭംഗിയാക്കി വെച്ച ആ പദ്ധതി പൂർത്തീകരിച്ചൊന്നല്ലാതെ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് എന്ത് പറയാനുണ്ട്? പ്രധാനപ്പെട്ട കാര്യമാണ് പഞ്ചായത്തിന് തനതു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, ആ എടപ്പള്ളിക്കോട്ടയിൽ കിടന്ന സ്ഥലം, കണ്ണായ സ്ഥലം, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, ആ സ്ഥലം വെറുതെ ചില കെട്ടിടങ്ങൾ കെട്ടി വെച്ചിരുന്നതാണ്. ഞങ്ങൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ അന്ന് ഞങ്ങൾ പരിശോധിച്ചപ്പോ നമ്മുടെ കുറച്ച് ഫണ്ട് യൂസുഫ് വക്കീലെടുത്ത് സൊസൈറ്റിയിൽ ഇട്ടിരിക്കുക. 9.5% പലിശക്കാണ് ഇട്ടിരിക്കുന്നത്.